എല്ലാവരും പറയും, ഒന്നും നടക്കത്തില്ല. എല്ലാ പ്രാവശ്യവും വാഗ്ദാനം ഉണ്ടാവും, അത് പാലിക്കുന്നവർക്കല്ലേ വോട്ട് കൊടുക്കുക. നമ്മൾ വഴിയേറെ കച്ചവടക്കാർ എന്നും നമ്മൾ ഇങ്ങനെ തന്നെ. നമുക്ക് ഒരു ഇതുകൊണ്ട് ഒരു നേട്ടവും ഗവൺമെൻറ്റിൽ നിന്ന് ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. കൂലിപ്പണി ചെയ്താൽ ജീവിക്കുക, അത്ര തന്നെ. ആര് ജയിച്ചാലും പിന്നെ നമ്മളെ കടമ ഒരു വോട്ടിടണം, അത്രേ ഉള്ളൂ. അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അപ്പം തോന്നും, അപ്പോഴാണ് പറയാനുള്ളത്. പക്ഷേ ഇവർ കുറേയൊക്കെ ചെയ്തു ഇപ്പോൾ ഇരിക്കുന്നവർ, കാര്യം ശരിയല്ലേ. പക്ഷേ നല്ല വിവരമുള്ള ആൾക്കാർ ഒന്നും ഇവർ വയ്ക്കുന്നില്ല. ജനത്തിന് വേണ്ടി ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, അവർ വോട്ട് കൊടുക്കുക. അല്ലാതെ ചുമ്മാ പരിചയം വരുന്നതിന് വോട്ട് കൊടുക്കാനുള്ള നല്ല വോട്ടവകാശം. ഇലക്ഷൻ അടുത്ത് വരികയാണ്. സാധാരണക്കാരായ വോട്ടേഴ്സിൻ്റെ മനസ്സിൽ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യം അവർ വോട്ട് ചെയ്യുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇതൊക്കെ നമുക്കറിയണ്ടേ. നമുക്കൊന്ന് ചോദിക്കാം. ചായക്കടയിലോട്ട് പോകാം. ഈ പ്രാവശ്യം വോട്ട് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ആളുകളെ കണ്ടിട്ടാണോ അതോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വികസനമൊക്കെ നോക്കിയാണോ, എങ്ങനെയാണ്? നോക്കി മാത്രമേ ചെയ്യത്തുള്ളൂ. ഏതൊരു ഗവൺമെൻറ് വികസനത്തിന് ജനത്തിന് വേണ്ടി ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, അവർ വോട്ട് കൊടുക്കുക. അല്ലാതെ ചുമ്മാ പരിചയം വരുന്നതിന് വോട്ട് കൊടുക്കാനുള്ള നല്ല വോട്ടവകാശം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണത്തിലൊക്കെ തൃപ്തരാണോ? മനുഷ്യരായിട്ട് 100%. ഇവിടെ വരുന്ന സ്ഥാനാർത്ഥി കൊള്ളാമെങ്കിലല്ലേ വികസനം നടക്കൂ. നല്ല സ്ഥാനാർത്ഥി ആണെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ നോക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. സ്ഥാനാർത്ഥികൾ പറയുന്ന ഓരോ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഒരു വിശ്വാസവും. അവസാനം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരങ്ങ് അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ വീണ്ടും അടുത്ത വാഗ്ദാനം, അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് ഇപ്രാവശ്യം വോട്ട് ചെയ്യാന്ന് തീരുമാനിക്കുന്നതിന് മുന്നേ എന്താ ചിന്തിക്കുന്നത്, എന്താ വോട്ട് ചെയ്യുന്നതിന്? ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉള്ള തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയും പോലെ ഈ ഉള്ളത് കൊള്ളാമോ നോക്കി പറഞ്ഞാണ്. ഭരണ തുടർച്ച ഇഷ്ടമാണോ? നേരത്തെ ഭരണത്തിന്റെ ബാലൻസ് വരുന്ന ഇഷ്ടമാണോ? അങ്ങനെ 100% പറയാൻ പറ്റില്ല. കാര്യം ഒരുപാട് എൻ്റെ മക്കൾ തന്നെ രണ്ടുപേരിരിക്കുന്നു, രണ്ടുപേർക്കും ജോലിയൊന്നുമില്ല, എല്ലാം നല്ല ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളതാണ്. എല്ലാവരും വെറുതെ നിൽക്കുക. ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പം ഇവർ വന്നാലും അവർ വന്നാലും കണക്ക് ശരിയല്ല. അങ്ങനെയൊന്നുമില്ല, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ടിടണം, അത് ജയിക്കും. നമുക്കൊരു ഉപയോഗമില്ല, എന്നാലും ഇടേണ്ട കടമയുണ്ട്. അല്ല, വികസനം മുന്നിൽ കണ്ട് അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ കൂലിപ്പണി ചെയ്താൽ ജീവിക്കുക, അത്ര തന്നെ. ആര് ജയിച്ചാലും പിന്നെ നമ്മളെ കടമ ഒരു വോട്ടിടണം, അത്രേ ഉള്ളൂ. അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അപ്പം തോന്നും, അപ്പോഴാണ്. ഒരു പുതിയൊരു മാറ്റം വേണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ലേ? നമുക്ക് ആഗ്രഹമൊന്നുമില്ല. നമ്മൾ ശരീരം ഉണ്ടെങ്കിൽ നമുക്കെന്നും മാറ്റമൊന്നുമില്ല, പണി. സ്റ്റേറ്റിൻ്റെ മാറ്റം തന്നെയാണ് ആഗ്രഹിക്കുന്നത്, എല്ലാ മേഖലയിലും. ഭരണ തുടർച്ച താല്പര്യമില്ല? ഇല്ല. ഓക്കെ. അതിൽ വികസനം മുന്നിൽ കണ്ടാണ് വോട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സ്ഥാനാർത്ഥിയെ നോക്കുന്നില്ല? സ്ഥാനാർത്ഥിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, എങ്കിലും വികസനത്തിന് അതിനേക്കാൾ പറയാം. ഓക്കെ. ഇപ്പോൾ ഇവിടെ BJPയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മത്സരിക്കുകയാണ്. നമ്മളെ കോൺഗ്രസ് പാർട്ടി തന്നെ തമ്മിലടിയാണ്, പല സ്ഥലങ്ങളിലും അത് നടക്കുന്നുണ്ട്. എങ്കിലും ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ വോട്ടിൻ്റെ കോൺഗ്രസിനെ ചെയ്യുള്ളൂ, ആര് തന്നാലും. വോട്ട് നല്ല വിലയുള്ള ഒന്നല്ലേ, ഒരു ഭരണ മാറ്റം ആഗ്രഹിക്കുന്നു. അത് ആഗ്രഹിക്കുന്നുണ്ട്. വികസനമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. എന്തിനാണ് വോട്ട്? എനിക്ക് ഓരോ ഉറപ്പുമില്ല. കഴിഞ്ഞ വർഷം വോട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞു. ആര് വന്നാലും വികസനം വേണം. സാധാരണ ജനാധിപത്യത്തിനുള്ള അതേ ഉള്ളൂ. അതെന്താ അങ്ങനെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ലേ? പ്രത്യേകിച്ച് മാറ്റം എല്ലാവരും വിചാരിച്ചാലേ പറ്റും, ഒരാൾ മാത്രം വിചാരിച്ചാൽ മാറില്ലല്ലോ. ചേട്ടൻ ഇപ്പൊ വിചാരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമല്ലേ ഇത്? എനിക്ക് ഒരു 10 പേര് അല്ലെങ്കിൽ 100 പേര് ചിന്തിച്ചാൽ മാറ്റം വരില്ലേ? തീർച്ചയായിട്ടും വരും. അപ്പൊ ചേട്ടനും അതെനിക്ക് ചിന്തിച്ചൂടെ? മാറ്റം വരട്ടെ, കാലം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഒരു ഭരണമാറ്റം നല്ലതല്ലേ? നല്ലതാണ്. വികസനമല്ലേ നമ്മുടെ ലക്ഷ്യം. അതെ. അപ്പൊ ചേട്ടാ വികസനം ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. വരും തലമുറയ്ക്ക് ഗുണം ചെയ്യുന്നതാണെങ്കിൽ നല്ല കാര്യമാണ്. ഒരു ഭരണമാറ്റം ആവാം അല്ലേ? അപ്പോൾ എന്താണ് ലക്ഷ്യം? ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ എന്താ മനസ്സിൽ ആദ്യം ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ്? നല്ലൊരു ഭരണമായിരിക്കണം, ആരായാലും വികസനം ആവശ്യമാണ് അല്ലേ? ആവശ്യമാണ്. ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ഭരണമാറ്റം ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വികസനമാണോ ഉദ്ദേശം ഇനി ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ? അതിന്റെ അല്ല, ഒരുപാട് ഇപ്പോഴീ പിടിച്ചു പറികളും അത് ഇതൊക്കെ ഒരുപാടുണ്ട്. കൊലക്കേസ് വഴി കൊലകളും അതെയല്ല ഈ പിണറായി സാറ് വന്നതിന് ശേഷം മറ്റേ ഈ വയനാട് സംഭവിച്ച്, പിന്നെ വേറെ ഇവിടെ മറ്റേ ഈ സുനാമി വന്ന് എന്തെല്ലാം ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി.
പിന്നെ എന്തായാലും ഒന്ന് മാറി കിട്ടിയാൽ കൊള്ളാം. നല്ലൊരാളാരായാലും നന്നാവട്ടെ അല്ലേ? നാട് നന്നാവട്ടെ അത്രേ എന്ന് ഉള്ളൂ. ചിന്തിക്കുന്നു. നമുക്ക് ഇന്ന ആളൊന്നുമില്ല, ആരായിരുന്നു നല്ല കാര്യങ്ങൾ നടക്കണം. എന്റെ അഭിപ്രായം ഇവര് മാറണം. ഇവര് 2 പ്രാവശ്യം ഇരുന്നില്ലേ, ഇനി അടുത്ത ഒരാൾ വന്ന് അവരും ഭരിക്കട്ടെ, ഒരു ഭരണമാറ്റം വരട്ടെ അല്ലേ? അവര് ഭരണമാറ്റം വരട്ടെ. പിന്നെ രാജ്യത്തിന് നന്മ ഉണ്ടാകുന്ന ആരായിരുന്നു നമ്മളെ കേരളത്തിൽ നന്മ ഉണ്ടാകുക അവർക്ക് വോട്ട് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ആര് പാർട്ടിയൊന്നുമില്ല, നമ്മൾ അടിയുറച്ചൊരു പാർട്ടി ഉണ്ടായിരുന്നതാണ് വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയില്ല. അപ്പൊ അതായത് വികസനമാണ് വികസനം അതെ നാട് നന്മ ഉണ്ടാക്കി. വികസനം മാത്രം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയത്തിലില്ല, കാരണം എല്ലാവർക്കും സ്വന്തം ആരും രാഷ്ട്രീയത്തിൽ ഭരണ തുടർച്ച താല്പര്യമില്ല. എന്തിനാണ് എന്താ ഒരു കാര്യവുമില്ല. കാരണം ദൈനംദിനം കാണുന്നതല്ലേ നമ്മൾ, അതൊക്കെ നമ്മൾ വേറെ ആണ്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ദൈനംദിനം കാണുന്നതാണ് ഓരോ ദിവസം സംഭവങ്ങൾ. ഭരണമാറ്റം നല്ലതാണെന്ന് മാറണം. അത് എപ്പോഴും കേരളത്തിൽ ഏറ്റവും നല്ലത് അതാണ്. 5 വർഷം മാറി വരിക. 10 വർഷം ആയപ്പോ അതാണ് അങ്ങനെ പാടില്ല. അതാണ് കൂടുതലാകുമ്പോൾ അതിന് വിഷയങ്ങളാണ്. മറുപാർട്ടത്താകുമ്പോൾ ഇത് ഭരിപ്പിക്കാൻ അറിയാം. CPM ഭരിപ്പിക്കാൻ അറിയാം, ഭരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് എൻ്റെ അഭിപ്രായം. മറ്റേ അവരാണ് വരുന്നത്, ഇവർ ഭരിപ്പിച്ചോളും. കാരണം ജനങ്ങൾക്ക് നല്ലതുണ്ടാവും. അത് മാത്രമേ താല്പര്യമുള്ളൂ. അതാണ് എല്ലാവർക്കും പല പ്രശ്നങ്ങളാണ്. ഒന്നല്ല അല്ല, നിരവധി പ്രശ്നങ്ങൾ നിങ്ങൾ കാണുന്നതാണെങ്കിലും പറയാണ്. ഒരുപാട് പ്രശ്നങ്ങളല്ലേ, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്നൊന്നായിട്ടല്ല, പറയാൻ ഒരുപാടുണ്ട്. നമ്മൾ വഴിയോര കച്ചവടക്കാർ എന്നും നമ്മൾ ഇങ്ങനെ തന്നെ. നമുക്ക് ഒരു ഇതുകൊണ്ട് ഒരു നേട്ടവും ഗവൺമെൻറ്റിൽ നിന്ന് ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് വഴിയോര കച്ചവടത്തിന് ഇരിക്കുന്നു. ഇവിടെ നയിച്ച് പോകാനാണ് പറയണത്. അല്ല നമ്മൾക്ക് ഇവിടെ കൊണ്ട് രക്ഷപ്പെടാമെന്ന് നമ്മൾ ഒരിക്കലും നോക്കണ്ട. ഞാൻ ഒരു സുഖമില്ലാത്ത മോനെയും വീട്ടിൽ ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് വല്ലതും കിട്ടും, നമുക്ക് അന്നോടന്ന് ചിലവ് കഴിയാം. നമുക്ക് കൊട്ടാരം വയ്ക്കാനും നമുക്ക് വസ്തു വാങ്ങിക്കാനും ബാങ്കിൽ കൊണ്ടിടാനും അല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മോട് എഴിച്ച് പോകാനാണ് പറയണത്. വഴിയോരത്ത് നിങ്ങൾ ഇരിക്കല്ല്, നിങ്ങൾ എണീറ്റ് മാറണം. ഞങ്ങൾക്ക് വികസനം ഉണ്ടാക്കണം. ഞങ്ങൾക്കൊരു കര പറ്റാനുള്ള ഒരു വഴി ഇന്നോളം ഒരു ഗവൺമെൻറ്റും നമുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ഇലക്ഷൻ വരുവാണല്ലോ, അപ്പോൾ ഈ ഇലക്ഷൻ ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്താ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം പറയൂ? നല്ല വ്യക്തിയാരോ അവർക്ക് വോട്ടിടുന്നു. ഓക്കെ, ഇപ്പോൾ വികസനം നോക്കിയിട്ടാണോ അതോ സ്ഥാനാർത്ഥിയെ നോക്കിയാണോ വോട്ട് ചെയ്യുന്നത്? സ്ഥാനാർത്ഥി വികസനം നോക്കി രാജ്യത്തിൻ്റെ നല്ല കാര്യം ചെയ്യുക. ഓക്കെ, ഒരു ഭരണമാറ്റമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പുതിയ ഒരു ഭരണം വരണമെന്നും കുറച്ച് വികസനം വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. എന്താ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ പ്രാവശ്യത്തെ ഇലക്ഷനെ പറ്റി? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല ആൾക്കാർ ഭരണത്തിൽ വന്നത് നല്ലത്. ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ? പ്രതീക്ഷയുണ്ട്. പറയാനുള്ളത് പക്ഷേ ഇവർ കുറേയൊക്കെ ചെയ്തു ഇപ്പോഴിരിക്കുന്നവർ, കാര്യം ശരി തന്നെ. പക്ഷേ നല്ല വിവരമുള്ള ആൾക്കാർ ഒന്നും ഇവർ വയ്ക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. മിക്കവാറും ഇവർ വിദ്യാഭ്യാസത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. കുറേയൊക്കെ ചെയ്തു സാധുക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ ഉദാഹരണം മറ്റേ ക്ഷേമ പെൻഷൻ അത് ഇതൊക്കെ കൊടുത്തവർ ചെയ്തെങ്കിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് അനാമലിയുണ്ട് ഇവരുടെ. അതുകൊണ്ട് പ്രയാസമുണ്ട്. പിന്നെ ആരാണ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ വന്നാലും ഇപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാനൊക്കെ ഇല്ല. അതിലും ഒരുപാട് അപാകതകളുണ്ട്. പക്ഷേ ഇവരിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രത്യേകിച്ച് ആദ്യത്തെ 5 കൊല്ലം ഒരുവിധം ന്യായമായിട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് അടുത്ത് ഒരുപാട് അനാമലി ഇവരുടെ ആൾക്കാർ തന്നെ ഒരുപാട് തൂർത്തടിച്ച്. ഉദാഹരണം മറ്റേ ക്ലിപ്പ് ഹൗസ്, പിന്നെ എന്താ പറയുക, ഒരു നവകേരളം എന്ന് പറഞ്ഞുകൊണ്ട് 1 കോടി 10 ലക്ഷം രൂപ ചിലവാക്കി ഒരു ബസ്സും ഒക്കെ ആയി, ഒരു സിംഹാസനം പോലെ ഒരെണ്ണം ചെയ്ത് ഇതൊന്ന് അയ്യപ്പ സംഗമം അങ്ങനെ ഒരുപാട് അനാവശ്യ ചെലവുകളുണ്ടായി. ഒരുപാട് അനാവശ്യ ചിലവ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇവർ മിക്കവാറും പാർട്ടി ഒരു എന്താ പറയാൻ അതായത് ഇവർ വികസനം എന്ന് പറയുന്ന ആ വികസനത്തിൻ്റെ കൂടെ ഇവർ പ്രാധാന്യം പാർട്ടി വളർത്തുക എന്നുള്ളതിന് വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അറിയാൻ നോക്കുകയാണെങ്കിൽ അതൊരു പാർട്ടി വളർത്തിക്കൊട്ടെ, കുഴപ്പമില്ല, ന്യായമായ മാർഗത്തിലൂടെയാണ്. അതിലൊരുപാട് അഴിമതിയുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഭരണത്തിൽ ഒരുപാട് നിരാശയുണ്ട്. നല്ല രീതിയിൽ പോകുന്നില്ലല്ലോ എന്നുള്ളത്. അതാണ് എനിക്ക് ഒരു ഭരണമാറ്റം നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നല്ലത് ഇപ്പോഴത്തെ സ്ഥിതിയിലെന്ന് തോന്നുന്നുണ്ട്. നല്ലൊരു എന്തായാലും നമുക്ക് ഭരിക്കാണ്ട് നേതാവാണല്ലോ. 12 ക്യാൻറ്റീൻ നമ്മൾ തിരഞ്ഞെടുക്കും.
അത് നോക്കുന്നത് എങ്ങനെയാ? വികസനമാണോ അതോ ഒരു പേഴ്സണെ മാത്രം നോക്കിയിട്ടാണോ? എങ്ങനെയാ? അയാളൊരു കപ്പാസിറ്റി ഉള്ളൊരു നേതാവാണെന്ന് ആദ്യം നമ്മൾ ആലോചിക്കും. മറ്റൊരു രാഷ്ട്രീയക്കാരെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള മാത്രമേ ഉള്ളൂ. അവിടെ ജോലി എന്ന് വെച്ചാൽ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാന്നുള്ളതാണ്. നിൽക്കുന്നതിൽ നല്ല ആള്, കഴിവുള്ളവർ, ഏറ്റവും നല്ല കഴിവുള്ളവർ. ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? ഒരു മാറ്റം വരണമെന്ന്. മാറ്റം വരണം, ഒരു ഭരണ മാറ്റം ഉണ്ടാകണം അല്ലേ? ഓക്കെ. എന്താ ആഗ്രഹം? ഞാൻ വീട്ടിൽ എല്ലാവരും വോട്ട് കൊടുക്കുന്ന അവരെല്ലാവരും BJP കമ്മ്യൂണിസ്റ്റിനോട് പ്രവർത്തിക്കുന്നത്. ഞാൻ എപ്പോൾ പോയാലും BJP ആണോ ഭരിക്കാൻ ഇഷ്ടമുള്ളത്? ഞാനതിനങ്ങ് കൊടുക്കും. ഒരു ഭരണമാറ്റം വന്നിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? നമ്മള് പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ലല്ലോ വോട്ട് ചെയ്യുന്നത്, വികസനം നോക്കിയിട്ടാണല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും ഇപ്പോഴത്തെ ഇലക്ഷനെ കുറിച്ച് പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയില്ല. ഒരു മാറ്റം വന്ന നമുക്ക് ഇപ്പോഴത്തെ ഭരണം മാറിയിട്ട് ഒരു മാറ്റം വരണം. ഇപ്പോഴത്തെ ഒരു ഭരണ തുടർച്ച ഇനി പറ്റില്ല അല്ലേ? ഓക്കെ. ആര് വന്നാലും നല്ലത്, നല്ല ഭരണമായിരിക്കണം, പക്ഷെ ഭരണവും മാറണം. ഓരോ വോട്ടേഴ്സിൻ്റെയും മനസ്സിൽ എന്താണെന്ന് നമ്മൾ ചോദിച്ച് അറിഞ്ഞു കഴിഞ്ഞു. എല്ലാ വോട്ടേഴ്സും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് വികസനവും മാറ്റവും ആഗ്രഹിച്ച് തന്നെയാണ്. ഓരോ വോട്ടും നമ്മുടെ അവകാശമാണ്, അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക. തത്വമയി ന്യൂസ് ചാനലിന് വേണ്ടി ക്യാമറാമാൻ ഹരിപ്രസാദിനോടൊപ്പം അതുല്യ. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.